ഇന്ത്യൻ സിനിമയുടെ റേഞ്ച് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന പ്രോജക്റ്റായിട്ടാണ് പലരും വാരണാസിയെ കണക്കാക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രാൻഡായ രാജമൗലി തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇന്ത്യൻ സിനിമ ഇന്നേവരെ കാണാത്ത വിഷ്വൽ ട്രീറ്റാകും വാരണാസി എന്നാണ് സിനിമാ പ്രേമികൾ കണക്കാക്കുന്നത്. ചിത്രത്തിലെ നായകനായ മഹേഷ് ബാബുവിനെ അവതരിപ്പിക്കുന്ന രീതിയാണ് സിനിമാ ലോകത്ത് ചർച്ചാ വിഷയം. കാളപ്പുറത്ത് കയ്യിൽ ശൂലവുമായി എത്തുന്ന മഹേഷ് ബാബുവിന്റെ പോർഷൻ ആരാധകർ ആവേശത്തിലാക്കി. രുദ്ര എന്ന കഥാപാത്രം മഹേഷ് ബാബുവിന്റെ കരിയറിൽ ബെസ്റ്റ് ആകുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ സീൻ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു നടൻ ചെയ്തിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന സംസാര വിഷയം. കമൽഹാസന്റെ സ്വപ്ന പ്രോജക്റ്റായ മരുതനായിക്കത്തിലെ രംഗവും വാരണാസിയിലെ രംഗവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറലായി. സാങ്കേതിക വിദ്യ കൊണ്ട് അത്ര തന്നെ വളരാത്ത കാലഘട്ടത്തിൽ കമലഹാസൻ മരുതനായിക്കത്തിന്റെ കാളപ്പുറത്ത് കയറുന്ന രംഗം ഇന്നും കോരിത്തരിപ്പിക്കുന്നുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. 60 ദിവസത്തോളം നീണ്ടുനിന്ന പരിശീലനത്തോടെയാണ് കമൽ ഈ ടേക്കൊക്കെ ഓക്കെ ആക്കിയത്. 3 കാളകളെ വെച്ചാണ് കമലഹാസൻ ഈ രംഗം പരിശീലിച്ചത്. കാളപ്പുറത്ത് ഈ ചാടിക്കേറി കൊമ്പിൽ പിടിച്ചു പോകുന്ന കമലഹാസന്റെ വീഡിയോ ഇതിനകം വൈറലായി. ഗ്രാഫിക്സ് ഒന്നും അധികം പ്രചാരമില്ലാത്ത കാലത്തായിരുന്നു കമലഹാസൻ മരുതനായകത്തിൽ ഈ രംഗം ചെയ്തത്. ഗ്രാഫിക്സിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സിനിമാ ലോകത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഈ കാലത്ത് രാജമൗലിക്ക് കമലഹാസന്റെ അതേ പ്രൊഫഷൻ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നാണ് പ്രധാന വിമർശനം. ഒരു വർഷത്തോളം സമയമെടുത്താണ് വാരണാസിയിലെ ടൈറ്റിൽ ലോഞ്ചിന്റെ വീഡിയോ ഉണ്ടാക്കിയെടുത്തത് എന്ന് അണിയറപ്രവർത്തകർ പറഞ്ഞു. ഉലകനായകനെയും ആണ്ടവനെയും കമലഹാസനെയും വിളിക്കുന്നത് വെറുതെയല്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വാരണാസി എന്ന സിനിമയുടെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇത്തരമൊരു താരതമ്യം ആവശ്യമില്ലെന്ന് തെലുങ്ക് സിനിമാ പ്രേമികളെ ചിലർ വാദിക്കുന്നുണ്ട്. സിനിമയിലെ ഈ രംഗം പരമാവധി പ്രൊഫഷണലോടാകും അവതരിപ്പിക്കുന്നതെന്നും അതുവരെ കാണാത്തതായും ചിലർ അഭിപ്രായപ്പെടുന്നു. പകുതി മാത്രം ഷൂട്ട് ചെയ്ത് നിന്നുപോയ മരുന്നാക്കി ഇന്നും ചർച്ചാ വിഷയമാവുന്ന സിനിമാ പ്രേമികളുടെ സംസാര വിഷയം.